ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആംനീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് രാവിലെ പറമ്പിലേക്ക് പോവാട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഗംബൂട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ചായക്ക് കുടിച്ചിട്ട് പറമ്പിൽ പോവാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും പോണ വഴിക്ക് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ആംനീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ നിറച്ച് മുറ്റത്ത് ഫുള്ള് ഇല വീണിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി അതൊക്കെ അടിച്ചു വരാം. രാവിലെ ഒക്കെ അടിച്ചു വരിക എന്നാലും കുറെ വീണിട്ടുണ്ട്. അപ്പൊ എന്നാലും നമുക്കിനി പോവാം. നമ്മൾ വന്നപ്പോ നമ്മുടെ പട്ടികളൊക്കെ ഭയങ്കര കരച്ചിലാണ്. കാരണം അവരെ ഒറ്റയ്ക്കിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നില്ല. നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും അവര് ഭയങ്കര കരച്ചിലായിരിക്കും അവരെ പൂട്ടാതെ വരുമ്പോ. അപ്പൊ ഷർട്ടും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ഷർട്ട് വേണമെങ്കിൽ ഇടാം. നമ്മൾ പോണ വഴിയാണ് നമ്മുടെ പറമ്പിലേക്ക്. ഇതൊക്കെ ഇങ്ങനെ ഏല ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കടപ്ലാവ കേട്ടോ. അപ്പൊ ഇതിൽ നിറച്ച് കടച്ചക്ക ഉണ്ടാവാറുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആവശ്യത്തിനേക്കാളും കൂടുതൽ നമുക്കുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് കടച്ചക്കയൊക്കെ പറിച്ചിട്ട് പോകാറുണ്ട്. നല്ല പൊടിയുള്ള ചക്ക കേട്ടോ. അപ്പൊ ഇപ്പൊ സീസണൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ആവുന്നതേ ഉള്ളൂ. നമ്മുടെ പോണ വഴിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറെ പുല്ലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ വേണ്ടിയിട്ട് നട്ട പുല്ലുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെയാട്ടോ നമുക്ക് എന്ന് പറയണത്. കാപ്പി, കുരുമുളക്, ഏലം ഒക്കെയാണ്. നല്ല തണുപ്പുണ്ട് നമുക്കിന്ന് ഇവിടെ. കുരുമുളകിലൊക്കെ വള്ളികളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുരുമുളക് തൂങ്ങിക്കിടപ്പുണ്ട്. നമുക്ക് കാടൊക്കെ വെട്ടിയതാണെങ്കിൽ നിറച്ച് കാട് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് കേട്ടോ കാട് കയറുന്നത്. ഇവിടെ തണുപ്പുള്ള കാലാവസ്ഥയും കൂടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് കാടിന് വളരാൻ പറ്റിയൊരു സാഹചര്യമാണല്ലോ. അപ്പൊ നമ്മുടെ കാപ്പി മരത്തിലൊക്കെ അത്യാവശ്യം കാപ്പിക്കുരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൂത്തിട്ടില്ല. അപ്പൊ മൂക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്തായാലും പറിക്കുള്ളൂ. അപ്പൊ എന്തായാലും മൂക്കട്ടെ. അപ്പൊ നോക്ക് കുറെ വള്ളിയൊക്കെ കുറെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വള്ളിയൊക്കെ ഒന്ന് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാപ്പിക്കുരു പറിക്കുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഈ കയറി വന്ന വള്ളിയുടെ അറ്റം തന്നെ നമുക്കൊന്ന് കണ്ടിക്കാം. അപ്പൊ അത് കുറച്ച് കഴിയുമ്പത്തേനും ഉണങ്ങി പൊക്കോളും. നമ്മൾ അറ്റ കണ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മേളിൽ നിന്നും കൂടി നമ്മുടെ കാപ്പിക്കുരുവിൽ പറ്റി പിടിച്ച് വളരാൻ പാകത്തിനുള്ള വള്ളിയും കൂടി ആയതുകൊണ്ടേ നമുക്ക് കുരു പറിക്കാവുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കിനി കാപ്പിയുടെ മേളിലേക്ക് കയറി വന്ന് ഈ കമ്പ് ഉണ്ടല്ലോ, ഈ പുതുതായിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് മുറിച്ച് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കയറി വന്നിരിക്കുന്ന സംഭവം ഇങ്ങനെ കോലുപോലെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ കാപ്പി ഇതുപോലെ വട്ടം വീശി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഇവിടെ അതിനെ കവാത്ത് ചെയ്യാന്നാട്ടോ പറയാറ്. ഈ മേൽഭാഗത്തുള്ള ഈ സംഭവമൊക്കെ ഇങ്ങനെ കണ്ടിച്ചു വിടും. അപ്പൊ നല്ല രീതിയിൽ വട്ടം വീശി നിറച്ച് കായും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഹൈറ്റിൽ പോകൂല. അത് നമുക്ക് എന്തായാലും ആ മേൽഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടായി വന്നൊക്കെ ഒന്ന് മുറിച്ച് കളയാം. അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ കയറി വന്ന് ഈ വള്ളി കണ്ടോ. അപ്പൊ അതിന്റെ ആ ഒരു അറ്റുണ്ടല്ലോ, അത് വന്ന അതിന്റെ ചുവട്. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഇതുപോലെ കവാത്ത് ചെയ്യണത് ഒരു 4 മാസത്തിലൊരിക്കൽ എന്തായാലും കവാത്ത് ചെയ്യും കേട്ടോ. അതായത് നമ്മളിങ്ങനെ വെള്ളേക്ക് കയറി വന്ന് ഇതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കമ്പുണ്ടല്ലോ, അപ്പൊ അത് നമ്മള് മുറിച്ച് കളയും. അപ്പൊ നമുക്ക് ഇതിന്റെ വള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വിടട്ടെ.
അതുപോലെ തന്നെ ഇത് ചൂടിലൊക്കെ നിറച്ച് കാടുണ്ട്, നമുക്ക് കുറച്ച് കാടൊന്ന് കളയാം. അപ്പൊ നമുക്കിതാ ഇതിന്റെയും മേളിൽ നോക്കൂ, നല്ല രീതിയിൽ വള്ളി പടർന്നു കയറിയിരിക്കുവാണേ. ഇതുപോലെ വള്ളി പടരുന്ന നല്ല കാപ്പിയിൽ കേട്ടോ. ആദ്യം നമ്മളപ്പോ അതിന്റെ ചൂട് കണ്ടിച്ചതിന് ശേഷം മേൽഭാഗം ഇങ്ങനെ വലിച്ചു കളയാറാണേ. ചൂട് കണ്ടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും അതിന്റെ മേൽഭാഗം ഉണങ്ങി പോകുമല്ലോ. എന്നാലും നമ്മളൊരു ഇതിന് മേൽഭാഗം കൂടെ അങ്ങ് കളയും. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കായുണ്ട്, മൂത്തിട്ടില്ല, മൂക്കണനി. നമുക്ക് എല്ലാ കാപ്പിയുടെ ചൂടും വൃത്തിയാക്കാനായിട്ടുണ്ട്. കാട് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് മുരിക്കിന്റെ കാലിങ്ങനെ പറമ്പില് നമ്മൾ കൊടിയിടാനും അതുപോലെ തന്നെ അനിലേക്കൊക്കെ നടാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ട് ഇട്ടതിന്റെ ബാലൻസ് ആണേ. അപ്പൊ നമ്മൾ ഇന്ന് പറമ്പിലേക്ക് വന്നത് വേറെ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ അതിനോട് വേണ്ടിയിട്ടാണേ. നമുക്ക് കുറച്ച് മുളകൊക്കെ പറിക്കണം. അതുപോലെ തന്നെ നമ്മള് ഏലക്കായൊക്കെ പറിച്ചായിരുന്നു കേട്ടോ. പക്ഷെ 2-3 ചുവട്ടിലെ ഏലക്കായ നമ്മൾ പറിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പറിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വരാൻ കാരണം. അങ്ങനെ നമ്മള് ഇതിന്റെ വള്ളിയൊക്കെ കണ്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏലക്കായ കുറച്ച് പറിക്കാണ്ട് തോന്നണം. അപ്പൊ നമ്മള് എവിടെ ഒന്ന് നോക്കിയിട്ടൊന്ന് പറിക്കാം അതുകൂടി ഒന്ന്. അപ്പൊ നമ്മൾ ഈ കാപ്പി ചൂട്ടിന്റെ അടിയത്തെ പുല്ലൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ കുറെ കാപ്പിച്ചൂട്ടത്തെ പുല്ല് കളയാനും അതുപോലെ തന്നെ കാപ്പിയുടെ വള്ളി ഇതുപോലെ ചുറ്റിപ്പടർന്ന വള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വിടാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ബാക്കി കൂടി ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കുറെ നമ്മുടെ കാപ്പിയുടെ ചുവട്ടിത്തെ വള്ളിയൊക്കെ റെഡിയാക്കി കാടൊക്കെ കുറെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെയും നമുക്ക് ചെയ്യാനുണ്ട് ബാക്കിയൂടെ. അപ്പൊ നമുക്ക് പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ കുറേ പണികൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യും. അപ്പൊ ടൈം പോണതേ അറിയില്ല. പിന്നെ ഇന്ന് നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു മഴ മൂടലാന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ നമുക്ക് നല്ല വെയിലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നു. എന്തായാലും ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ടോ, കാരണം നമുക്ക് ചൊറിയണം കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ചിലപ്പോ ചൊറിഞ്ഞാലോ, അതുകൊണ്ട് പിന്നെ വെള്ളം നനവും, പിന്നെ ഈ പുല്ലുകളിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞുകളുടെ തുള്ളികളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നനവ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചൊറിയുമല്ലോ. അപ്പൊ ഞാൻ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കൂടി റെഡിയാക്കാനുണ്ട്. പണികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചിക്ക് വളം ഇടുന്നൊക്കെ കാണിച്ചു തന്നല്ലോ, ഇഞ്ചിയൊക്കെ റെഡിയാക്കണതൊക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ആ ഇഞ്ചി എത്രത്തോളം വലുതായിട്ടുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇഞ്ചി. നമ്മൾ ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഒന്ന് ചെത്തി കൂട്ടി എല്ലാം ഒന്ന് സെറ്റാക്കിയതാണേ. നല്ല ഉഷാറായിട്ട് വളർന്ന് കയറുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പച്ചപ്പായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി നട്ടിരിക്കുന്നത്. അതിന്റെ ചുവട്ടിലൊരു മരം ഉണ്ടല്ലേ ഫ്രണ്ട്സ്. അപ്പൊ ഇത് നമ്മുടെ സിൽവർ റോക്ക് മരമാണ്. നമ്മൾ കൊടിയിടാനൊക്കെ വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചതാട്ടോ അതൊക്കെ. ഇതാണ് അപ്പൊ നമ്മുടെ പറമ്പ്. ഇത് കൂടെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഓസ് എന്ന് പറയുന്നത് നമ്മൾ ഏലമൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടല്ലോ, ഒരു തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഏലത്തിന്റെ ചുവട്ടിൽ വെള്ളം വീഴുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഏട്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബംബ്ലീസ് മരത്തിൽ അത്യാവശ്യം ബംബ്ലീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ മൂത്തതും അതുപോലെ തന്നെ ചെറിയതും അങ്ങനെ പല സൈസിലുള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് പറിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഒരു പഴുത്ത ഒരു ബംബ്ലീസ് നിൽക്കണ്ടേ. നല്ല ഹൈറ്റിൽ അങ്ങ് പോയിരിക്കുകയാണ് നമ്മുടെ ഈ മരം. അതുപോലെ തന്നെ അതിൽ ഒരു വെറ്റിലക്കൊടിയുടെ വള്ളി ഇങ്ങനെ കുറെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിറച്ച് വെറ്റിലക്കൊടി കൂടി പടർന്ന് കയറിയിട്ടുണ്ടേ. നമ്മള് വേറെ സ്ഥലത്ത് കണ്ടം വെട്ടി നട്ട ഇഞ്ചിയാണ്.
നല്ല ഉഷാറായി വരുന്നുണ്ട്. എന്തായാലും കാടൊക്കെ പറിച്ചുകൊണ്ട് തന്നെ താഴെയൊന്നും ഒരു കാടും ഇല്ല. അപ്പൊ ഈ വണ്ണമുള്ള ഓസുകളൊക്കെ നമ്മൾ വാഴ നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കിണറ്റിന്ന് മോട്ടർ വഴി ഇട്ട ഓസുകളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ പറമ്പിന്റെ പല ഭാഗങ്ങളായിട്ട് കുറേ ഓസുകൾ കാണാം. അപ്പൊ എല്ലാം നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ വാഴയൊക്കെ പുതിയ കൂമ്പൊക്കെ ഇട്ട് നല്ല ഉഷാറായി വരുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോ വെച്ചു കൊടുത്ത വാഴകളാണ്. അപ്പൊ പിന്നെ നമ്മള് പറമ്പിൽ കുറെ പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞു. എന്നാലും ഇനിയും പണികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി എനിക്ക് തോന്നുന്നു മഴ ഇപ്പൊ വരും തോന്നുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ മൂടൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് കാന്താരി പറിക്കാം. നമുക്ക് ഇവിടെയൊക്കെ കുറെ കാന്താരി ഉണ്ട്. എന്നാലും നമുക്ക് മേളിൽ പോയിട്ട് കുറച്ച് നല്ല മൂത്ത കാന്താരി ഉണ്ട് കേട്ടോ. അവിടെ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. നമ്മള് അവിടുന്ന് കുറെ ആയിട്ടോ പറിച്ചിട്ട്. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കാന്താരി ഒക്കെ പറിച്ചിട്ട് വരാം. ആദ്യം നല്ല കുത്തനെയാട്ടോ ഇത്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് കയറ്റം കയറാനുണ്ട്. നമുക്ക് കുറച്ച് കയറ്റമൊക്കെ കയറിയാലും നല്ല കാന്താരി അവിടെ ഉണ്ട് മൂത്തത്. അങ്ങനെ നമ്മള് കുറെ കയറ്റങ്ങളൊക്കെ കയറി നമ്മള് ഉദ്ദേശിച്ച ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ നമ്മുടെ നിറച്ച് കാന്താരി ഉണ്ട്. നല്ല രീതിയിൽ മൂത്തതും പഴുത്തതും ഒക്കെ ആയിട്ട് നിറച്ച് കാന്താരി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ എന്തായാലും ആവശ്യത്തിനുള്ള കാന്താരി പറിച്ചെടുത്തിട്ട് നമുക്ക് ഉപ്പിലൊക്കെ ഇട്ട് വെക്കാം. അപ്പൊ നമുക്ക് കുറെ കാലം കേടാവാതിരിക്കുമല്ലോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇതാ എന്റെ അടുത്ത് ഒരു ഏലം കണ്ടു. അപ്പൊ നമുക്ക് ഈ ഏലം നമ്മളിപ്പോ ഒരു സെറ്റ് കായൊക്കെ എടുത്ത് തീർന്നതാണ്. അപ്പൊ നമ്മളിത് ഒരുക്കിയിട്ടില്ല. അപ്പൊ കായ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ഒരുക്കിയതിന് ശേഷം നമ്മൾ കായ എടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെറ്റ് ഒരുക്കാനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ ഇനി ഒരുക്കണം. നമുക്ക് എന്തായാലും വേണ്ട കാന്താരിയൊക്കെ ഒന്ന് ആദ്യം പറിച്ചെടുക്കട്ടെ കേട്ടോ. വള്ളി പോലെയാണ് നമ്മുടെ കാന്താരി തൈ പോയിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പൊട്ടിയതല്ല, അത് ഒടിഞ്ഞു കിടക്കുന്നതും അല്ല. അതിങ്ങനെ വള്ളി പോലെ ഇങ്ങനെ നല്ല ഹൈറ്റിൽ പോയിട്ട് താഴേക്ക് തുണി കിടക്കുവാണേ. നല്ല രീതിയിൽ കാന്താരി കാണാൻ പറ്റുന്നുണ്ടോ? എന്തായാലും വേണ്ടതൊക്കെ ഒന്ന് പറിക്കട്ടെ. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് വേണ്ട കാന്താരിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേറെ നമ്മൾ കുറച്ച് നട്ട കാന്താരി ഇട്ടിട്ട് ഒരു വെറൈറ്റി കാന്താരി, ഒരു പച്ചമുളകും അല്ല കാന്താരി അല്ല, ആ ഒരു ലെവലിലുള്ള സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കുറച്ച് പറിച്ചെടുക്കാൻ. നമുക്ക് എന്തായാലും ഇനി അതൊന്ന് പറിച്ചെടുക്കാം. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ നമ്മുടെ കാന്താരിയുടെ. അപ്പൊ ഇത് കാന്താരിയും അല്ല പച്ചമുളകും അല്ല. അപ്പൊ ഒരു നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണമൊക്കെ ആട്ടോ ഈ മുളകിന്. ഇത് നമ്മൾക്ക് ഇവിടെ അമ്മ തൃശ്ശൂരിൽ നിന്ന് കൊടുന്നതാണ്. ഇതിന്റെ വിത്ത് നമ്മൾ വിത്ത് കൊടുന്ന് ചാരത്തിലൊക്കെ കുറെ ദിവസം ഇട്ട് വെച്ചിട്ട് നട്ടു പിടിപ്പിച്ചതാണ്. അപ്പൊ കുറെ തൈകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു തൈ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. നിറച്ചിങ്ങനെ തിങ്ങി ഉണ്ടാവും. നമ്മളിപ്പോ 2-3 തവണയായിട്ട് പറിച്ചായിരുന്നു. അപ്പൊ കുറെ പേര് വന്ന് പറിക്കാറുമുണ്ട്. അപ്പൊ ഇപ്പൊ ഇതാ എന്നിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം
ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടേ. ഒരു തൈ മതി നമ്മുടെ ഒരു വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാവുമേ. നമ്മൾ ഈ കപ്പയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ കാന്താരി പൊട്ടിക്കുമല്ലോ, അപ്പൊ അതിലേക്കൊക്കെ അടിപൊളിയായിട്ട് നല്ല മണം കൂടി ആയതുകൊണ്ട് കറിയിലൊക്കെ ഇട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം നമ്മൾ കുറച്ച് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു രസമാട്ടോ. കാരണം നമ്മുടെ ഇല പോലും കാണാൻ നിറച്ചിങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടാവുവേ. കുറേ പൂവും മുട്ടൊക്കെ ഉണ്ട് ഇനി അടുത്തത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കിവിടെ സീസൺ ഒന്നും നോക്കാതെ എല്ലാ ഫുൾ ടൈമിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ആരുടെയും വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് എന്ത് പേരാണ് പറയാറെന്നും. ഇതുപോലത്തെ ചെടിയിൽ തന്നെ നിന്ന് പഴുക്കുന്ന മുളകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ എടുത്തു വെക്കും. എന്നിട്ട് അതിന്റെ വിത്തുകളാട്ടോ നമ്മൾ വീണ്ടും പാകി മുളപ്പിച്ച് നടാറ്. ഒപ്പം നമ്മുടെ കാന്താരിയും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറെ ഉണ്ടേ. അപ്പൊ നമുക്കിനി നല്ല മൂത്ത് നോക്കി കുറച്ച് പറിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് പറിക്കാം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മുളകിന്ന് ഇങ്ങനെ ഈ തൈന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് നോക്കി നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അടുത്തത് ഇങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാകുള്ളൂ. കുറച്ച് പറിക്കുമ്പോഴത്തേനും നമ്മുടെ പാത്രം നിറയും കേട്ടോ. അത്ര നല്ല വലിപ്പമുള്ള മുളക് കൂടി ആയതുകൊണ്ടേ നല്ല ഫ്രഷ് ആണ്. നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇവിടെ ഇതിനൊക്കെ ഇട്ട് കൊടുക്കാറ് ചാണകപ്പൊടി ആട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ്, നമ്മൾ ചാരം ഉണ്ടാകുമല്ലോ, തീയൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം അടുപ്പില്, അപ്പൊ അത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇനി ബാക്കി കൂടി പറിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും അത്യാവശ്യം മുളക് നമ്മുടെ ചെടിയിലുണ്ടേ. അപ്പൊ എന്തായാലും ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി വേണ്ട മുളകൊക്കെ പറിച്ചെടുക്കും, നമുക്ക് പോവാം. അപ്പൊ നമ്മള് മുളകൊക്കെ പറിച്ച് നമ്മുടെ പറമ്പിലത്തെ കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വീട്ടിൽ പോകാം. നമുക്ക് 2 വെറൈറ്റി കാപ്പിയാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ വേറൊരു ഇനം കാപ്പിയാണേ, നേരത്തെ കാണിച്ച കൂട്ട് കാപ്പിയല്ല. ഇതാണ് നമ്മുടെ തിരിച്ചു പോണ വഴിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പറമ്പിന്റെ ഭാഗമാട്ടോ. അപ്പൊ നമ്മള് ഡെയിലി പോയും വന്നും അങ്ങനെ ഇവിടെ ഒരു ചവിട്ട് വഴി ഉണ്ട് കേട്ടോ. അതാണ്, അവിടെ മാത്രം പുല്ലില്ലല്ലോ, ബാക്കി എല്ലാ സൈഡിലും പുല്ലും നമ്മുടെ ഓരോ കൃഷികളൊക്കെയാണ്. കയറ്റമാട്ടോ. നമുക്ക് ഇറങ്ങി വരുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കുത്തനെയാണല്ലോ. കയറി പോകുമ്പോ ഒരു വലിയ കാര്യം തന്നെയാ. അങ്ങനെ നമ്മള് വീടെത്താനായിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്ന് നേരെ റോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമ്മള് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാ നമ്മള് മുളകൊക്കെ പറിച്ചതും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇനി വീടെത്തട്ടെ. അപ്പൊ നമ്മള് പറമ്പിലൊക്കെ പോയിട്ട് വീട്ടിലെത്തിയിട്ടു. അപ്പൊ വീട്ടിലെത്തിയപ്പോ നമ്മൾ കയറ്റമൊക്കെ കയറി മടുത്തു പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വന്ന് നോക്കിയപ്പോ ഫ്രിഡ്ജിൽ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ നാരങ്ങ വെച്ചിട്ട് നമ്മളൊരു
അടിപൊളി നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ മടുത്ത് വന്നിരിക്കുന്ന ടൈമിൽ ഇതുപോലെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷല്ലേ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മള് നാരങ്ങ എടുത്തു, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായി, അതുപോലെ തന്നെ പിന്നെ എടുത്തത് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഒന്ന് കുടിച്ചു നോക്കിയായിരുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ. അപ്പൊ എന്തായാലും ഇനി കുടിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മള് വെള്ളമൊക്കെ കുടിച്ചു. അപ്പൊ നമ്മള് ക്ഷീണമൊക്കെ മാറി കേട്ടോ. അപ്പൊ നമ്മൾ എത്ര മുളക് പറിച്ചു എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാട്ടോ നമ്മുടെ കാന്താരി, ഇതാണ് നല്ല ഫ്രഷ് കാന്താരിയാണ്. നമുക്ക് എന്തായാലും പാത്രത്തിലേക്ക് കൊട്ടാം. നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും നമ്മൾ നേരത്തെ പറമ്പിൽ കണ്ട മഴമൂടിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വെയിൽ വന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കാന്താരി പറിച്ചത്. ഇനി നമുക്ക് മറ്റേ മുളക് കൂടി ഒന്ന് പാത്രത്തിലേക്ക് കൊട്ടാം. നമ്മൾ ഈ പാത്രത്തിൽ കൊള്ളുന്നു തോന്നുന്നില്ല. അപ്പോൾ ഇതാട്ടോ നമ്മൾ പറിച്ച മുളക്, ഇതാ നമ്മുടെ കാന്താരി, നല്ല ഫ്രഷ് മുളകാണ്. നമ്മൾ ഇത്രയും പറിച്ചിട്ടും നമുക്ക് ഇനിയും പറിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും മുളകാട്ടോ നമ്മൾ പറിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതിനെ ഉപ്പിലിട്ട് വെക്കണം. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ പണിക്ക് വരുന്ന ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും ഒക്കെ അവർക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എന്തായാലും അവർ ഉച്ചയ്ക്കോ 10 മണിക്കൊക്കെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഇതുപോലെ കാന്താരി അവർ 2-3 കയ്യിൽ പറിച്ചിട്ട് തരും. എന്നിട്ട് അവർക്ക് അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സന്തോഷം തന്നെയായിട്ട് അവർക്ക്. കാരണം അവരതിങ്ങനെ കഴിച്ച് ശീലിച്ചിട്ട് അവർക്ക് എന്തായാലും അതൊന്നും ഇല്ലാതെ പറ്റില്ല. അപ്പോൾ എന്തായാലും അവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറമ്പും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.